രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിക്കുള്ള ഡിന്നറിനോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശൻ്റെ റെസിപ്പിയാണ്. കുക്കുംബർ ദോശയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ താരം. നമ്മൾ വെറുതെ തിന്നുന്ന കക്കിരിക്കുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ദോശയും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ നല്ല കളർഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള ദോശ തയ്യാറാക്കാം. കക്കിരിക്കുന്നതാ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കതിന് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് കേട്ടോ. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കപ്പ് കൊണ്ട് 1 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കുക്കുംബർ ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടി ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഗ്ലാസ് കൊണ്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കുംബറിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം വരും, എന്നാലും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ ദോശ നല്ലൊരു മഞ്ഞ കളർ വരാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം നമുക്കിതിനെ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു സവാള നമുക്ക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇഷ്ടം പോലെ അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. ദോശമാവ് തീർന്നു പോയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, അതുപോലെ നല്ല സ്വാദും ഉണ്ട് കേട്ടോ. കുക്കുംബറിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, അതും ടൈം നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ദോശ ഒരു വശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അല്പം എണ്ണയും കൂടി ചേർത്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.